ചിലപ്പോൾ ഞാനും കമന്റ്സിൽ കണ്ടിട്ടുണ്ട് മോസ്റ്റ് അണ്ടർ റേറ്റഡ് മ്യൂസിക് കമ്പോസർ രാജേഷ് മുരുകേശൻ എന്നൊക്കെ. എനിക്കും അഭിപ്രായം ഉണ്ടത്. അങ്ങനെ റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എൻജോയ് ചെയ്തോ. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് നമ്മൾ വാശി പിടിക്കുമ്പോൾ നടക്കൂല. ട്രെൻഡ് നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഹുക്ക്, പിന്നെ ഹുക്ക് 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 ഹുക്ക്. ഇപ്പൊ ഞാനൊരു 5 മിനിറ്റ് പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ 10 സെക്കൻഡ് ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട്. ഈ മീറ്റർ ആലോചിച്ച് തന്നെയാണ് ഞാൻ കുറെ കാലം വർക്ക് ചെയ്യാതിരുന്നത്. എനിക്കും അത് ഭയങ്കര ഒരു എന്ത് ശരിക്കും ഞാൻ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാകാത്ത. പ്രേമം കുറെ കൂടെ വർക്ക് ചെയ്യാൻ കാരണം അമ്പുക്കാണ്, റഷീദ്. പുള്ളി ഇല്ലാതെ പ്രേമമില്ല. സോൺസിനെ അന്ന് കണ്ടത് ഇന്ന് കണ്ടത് ഒരേപോലെയാണ്. പുള്ളി അന്നും പാഷനേറ്റ് ആണ്, ഇന്നും പാഷനേറ്റ് ആണ്. അന്ന് 4 സിനിമ ചെയ്തപ്പോഴത്തേക്ക് പാഷനേറ്റ് കൂടെ കുറേ ഒന്നുമില്ല, അത് നമ്മുടെ അകത്തുണ്ട്. ചിലർ നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ആണ്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പണിപ്പാടും. ചിലർ മോശം സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കും, മേക്ക് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലായിരിക്കും. നേരത്തിന്റെ കഥ അവൻ ഇന്നും മൊത്തത്തിൽ പറയാറില്ല. നമ്മൾ അയാളെ തോൽപ്പിക്കണം, ഇവരെ പോലെ ചെയ്യണം, മറ്റേയാളെ പോലെ ബ്രഹ്മാണ്ടം ഒന്നുമില്ല. നമ്മൾ പ്രേമം എന്നുള്ളൊരു സിനിമ ആണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. ആണ് നമ്മൾ 2 ദിവസത്തിൽ ഞാൻ സ്പീക്കറൊക്കെ ആയിട്ട് ഞാൻ വന്നു. നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ വന്നത് മ്യൂസിക്കിന്റെ എവിടെയെങ്കിലും നിൽക്കാന്ന് വിചാരിച്ചത്. പക്ഷേ സിനിമയിലേക്ക് ഞാൻ ആക്സിഡന്റലി വന്നെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ എനിക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വർക്ക് ചെയ്യുന്ന വെച്ചാൽ വർക്കൊന്നുമില്ല, എനിക്ക് ഞാൻ ജസ്റ്റ് പ്ലേയിങ് അറൗണ്ട് മ്യൂസിക്. വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്പ് സിനിമകളിൽ ഒന്നായിരുന്നു ഗോൾഡിന്റെ പ്രഷർ. അത് ഒരു പരിധി വരെ ഉണ്ടെങ്കിലും വേറൊരു പരിധിയിൽ പാടാം. നമുക്കൊന്ന് വിൽ പ്ലേ അറൗണ്ട്, വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്നിട്ട് നോക്കാം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രഷർ എടുക്കണോ വേണ്ടയോ ആ ചർച്ച അവസാനം വരെ ഉണ്ടായിരുന്നു. വി ഡോണ്ട് നോ ഹൗ ടു ടേക്ക് ഇറ്റ് ഓർ വാട്ട് ടു ഡു. വാട്ട്സ് അൽഫോൺസ് നെക്സ്റ്റ് എന്നുള്ളത് വലിയ ചോദ്യമാണല്ലോ. വാട്ട് നെക്സ്റ്റ് അറിയോ ഇതിനെ കുറിച്ച്? ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മ്യൂസിക്കലി നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള, എൻ്റർടൈൻ ചെയ്തിട്ടുള്ള രാജേഷ് മുരുകേശനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ്, വെൽക്കം. ഞാൻ എപ്പോഴും ഈ ജേർണീനെ കുറിച്ച് ഞാൻ എപ്പോഴും വായിച്ചിട്ടുണ്ട്. ഈ ബോയ്സ് സിനിമയായിട്ട് ഭയങ്കര കമ്പയർ ചെയ്തിട്ടുള്ളൊരു ജേണി. കാരണം ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല സ്റ്റുഡിയോസ് പോയിട്ട് അവരെ കാണാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു, അവരെന്നിട്ട് ഇത് ചെയ്തു. പക്ഷെ ഇവഞ്ച്വലി നേരം സംഭവിക്കുന്നു, ഇപ്പൊ നമ്മൾ കാണുന്ന രാജേഷ് മുരുകേശനായിട്ട്. ശരിക്കും ഇത്രയും വർഷത്തെ മ്യൂസിക്കൽ ജേർണിയിൽ ഏറ്റവും പേഴ്സണലി ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൂമെന്റ് ഏതാ? പേഴ്സണലി ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൊമെന്റ് ഞാൻ ഫസ്റ്റ് കോളേജിൽ സ്റ്റുഡിയോയിൽ കയറുന്ന മൊമെന്റ് തന്നെയാണ്. അതുവരെ എനിക്കറിയില്ല. അതുവരെ എനിക്ക് സ്റ്റുഡിയോയുടെ ചുറ്റിനും എവിടെയെങ്കിലും ഇരുന്നാൽ മതി, മ്യൂസിക്കിന് ചുറ്റിനും എവിടെയെങ്കിലും ഇരുന്നാൽ മതി, മ്യൂസിക്കിന്റെ ഒരു ചെറിയ ഭാഗമായാൽ മതി എന്ന് വിചാരിച്ചാൽ. പക്ഷെ എൻ്റെ കോളേജിൽ അവിടുത്തെ വന്ന മ്യൂസീഷ്യൻസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സ്റ്റോറീസ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് ചെയ്യാൻ വന്ന ആ ഒരു എഫേർട്ടിനെ കാണുമ്പോഴാണ് ശരിക്കും അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഏതോ രീതിയിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ്, അറ്റ്ലീസ്റ്റ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. സോ എനിക്കൊന്ന് അതായിരുന്നു മെയിൻ ഇൻസ്പിറേഷൻ. ഓക്കെ, ഓരോരുത്തർ വരുന്നു. ഇപ്പോൾ അവിടെ ഓഫീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്ട് ടൈമിൽ വന്ന് പഠിക്കുന്നവരായിരുന്നു കൂടുതൽ. സോ ഞാനിപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്യുന്നവരും. പക്ഷെ അവരുടെ പാഷനൊക്കെ കാണുമ്പോഴാണ് മ്യൂസിക്കിൽ എന്തോ ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ആൻഡ് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെ എന്തോ രീതിയിൽ ചോസൺ ആയിട്ടുണ്ട് സംഭവം എല്ലാവരും, അതിൽ ഇൻക്ലൂഡിങ് ഞാനൊരു ചെറിയൊരു പാർട്ടാണ് ഐ ഫെൽറ്റ്. സോ അവിടെ തൊട്ടാണ് ബാക്കിയൊക്കെ. പിന്നെ സിനിമയൊക്കെ എനിക്ക് കൂട്ടുകാരുടെ കൂടെ വന്നിട്ടാണ് സിനിമകളെ കാണുക. അതുവരെ ഞാൻ അങ്ങനെ പാട്ട് മതി, പാട്ടിന് ചുറ്റും മതി എന്നിരുന്നത്. പക്ഷെ കൂട്ടുകാരുടെ പാഷൻ സിനിമയിൽ മ്യൂസിക് ഇങ്ങനെയാ, അന്ന് ഇങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്, അന്ന് അവർ തമ്മിൽ ഇങ്ങനെയാണ് എഴുതിയത്, കൊളാബറേറ്റ് ചെയ്തത്, പാട്ടുണ്ടായത്, 10 മിനിറ്റിൽ പാട്ടുണ്ടായി, 2 ദിവസത്തിൽ പാട്ടുണ്ടായി, ആഴ്ചകളോളം വെയിറ്റ് ചെയ്ത് പാട്ടിന്. ഇതൊക്കെ ഓർക്കുമ്പോൾ ആ മേഖലകളിൽ കൂടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹം. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കണ പടക്കളം സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. പടക്കളത്തോടൊപ്പം ഒരു 3-4 സിനിമകൾ ലൈനപ്പിലുണ്ട്. അപ്പം എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ വേർ ഇസ് ഹി എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ 2 ആസ്പെക്ട് ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഞാൻ അതും വായിച്ചിട്ടുള്ളതാ, എനിക്ക് മുഴുവനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ മ്യൂസിക് ചെയ്യാറുള്ളൂ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഇവഞ്ച്വലി സംഭവിച്ചതാണോ ഈ 3-4 അടുപ്പിച്ച റിലീസുകൾ? ഇവഞ്ച്വലി സംഭവിച്ചാണ്. ഇത് ഒന്ന് നേരത്തെ അവർ ഓരോന്നായിട്ട് മുമ്പേ റിലീസ് ആകേണ്ട പടങ്ങൾ ഇങ്ങനെ വന്ന് ഒരുമിച്ച് കൂടി വന്നതാണ്. അതിൽ പടക്കളം ആണ് ഇപ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്തത്. അത് പക്ഷേ ലേറ്ററായിട്ട് തുടങ്ങിയ പടം, പക്ഷെ വർക്ക് ഫാസ്റ്റർ ആയിരുന്നു. അതാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ അതിന് മുമ്പ് തുടങ്ങിയ വർക്കുകൾ, അപ്പോൾ അതത് ഇറങ്ങും. ഈ പടക്കളത്തിൽ ഡബ്സ് പാടിയിട്ടുണ്ട്,
അപ്പോൾ ഈ മ്യൂസിക് പടത്തിലില്ല, പടക്കളത്തില് ബേബിജി സോറി ഇപ്പൊ ബേബിജിയും പാടിയിട്ടുണ്ട്. അപ്പൊ പുതിയ പുതിയ ആളുകളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര ട്രെൻഡിനെത്താണല്ലോ എപ്പോഴും മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പൊ നേരെ ഇറങ്ങിയപ്പോഴാണെങ്കിലും ആ സൗണ്ടിങ് ഒന്നും നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടില്ല. പ്രേം ഇറങ്ങിയപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. ഗോൾഡിലും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ചോയ്സ് അല്ലെങ്കിൽ മ്യൂസിക് പാടുന്നവരുടെ ചോയ്സ് എപ്പോഴും മനസ്സിൽ പെക്യുലർ ആയിരിക്കും. അത് കുറെ കൂടെ ഞാൻ കുറച്ചുകൂടെ ഇപ്പൊ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത് ഞാനൊരു സർവീസ് ചെയ്യുന്ന പോലെ വിചാരിക്കുന്നത്. നമ്മൾ ഓഡിയൻസിനാ ചെയ്യുന്നത്, അവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അവരങ്ങനെ ഇൻഫാക്ട് നമ്മളും ഒരു സിനിമ കാണുമ്പോൾ ഇദ്ദേഹം അഭിനയിച്ചാൽ നന്നായിരിക്കും, നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ അതൊരു സർവീസായിട്ട് ഞാൻ കരുതുന്നത്. ശരി, ഓക്കെ, അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരിക്കലും ഞാനിങ്ങനെ ഇന്ന ആളെ തന്നെ പാടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന ആളെ പാടാവൂ എന്ന് വാശി പിടിച്ചിട്ടില്ല. ഡയറക്ടറോട് ചോദിക്കും, പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കും, ആക്ടറിനോട് ചോദിക്കും, നിങ്ങളൊക്കെ ഓക്കെ ആണോ, ഇങ്ങനെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും, ട്രൈ ചെയ്ത് നോക്കും, വർക്ക് ആവുകയാണെങ്കിൽ നമ്മൾ വെക്കും. എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ ഇഷ്ടം തന്നെയാണ് ഓഡിയൻസിന്റെ ഇഷ്ടം എന്നുള്ളൊരു ഫീലിംഗ്. ഞാനിങ്ങനെ 1-2 സ്ഥലത്ത് ഞാൻ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പടത്തിൽ സ്പെഷ്യലി മനു എന്ന ഡയറക്ടർക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്ക് എൻ്റെ മെത്ത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. സംഭവം ചില ഡയറക്ടേഴ്സ് ഭയങ്കരമായിട്ട് പെക്യുലർ ആയിട്ട് ഇരിക്കും, ഇല്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നവരിൽ ഒരു കാറ്റഗറിയിൽ ഒട്ടും മനു ഉണ്ടായില്ല. ബ്രോന് എന്താ തോന്നുന്നത്, അത് ബ്രോ ചെയ്തോ നല്ല രീതിയിലോട്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ഫ്രീഡം ഉണ്ട്. ഈ റോക്കാങ്കത്തിൽ അനിരുദ്ധ എങ്ങനെയാ പാടി? അത് ഞങ്ങൾ അന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ തന്നെ വർക്ക് ചെയ്ത് വന്നതുകൊണ്ട്, പഠിച്ചു വന്നതുകൊണ്ട് അറിയാം ഇവരൊക്കെ അടുത്താണ്. ഒന്ന് വിചാരിച്ചാൽ ഇവരുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അൽഫോൺസ് ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പാട്ടെത്തിക്കാനുള്ള വഴികളൊക്കെ നോക്കി. എന്നിട്ട് ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്ന ദിവസം പുള്ളി പറഞ്ഞില്ല, നമ്മൾ 5-ാം തീയതി തൊട്ട് 15-ാം തീയതിയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങൾ 5-ാം തീയതി തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചെന്നൈ പോയിട്ട് അങ്ങനെ 11-ാം തീയതി പുള്ളി രാത്രി ഫോൺ ചെയ്ത് നമുക്ക് പാടാം, ഇന്ന് രാത്രി തന്നെ പാടാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് പാടി. അത് വെരി സ്വീറ്റ്. സ്റ്റിൽ റിമെയിൻ 2 സോങ്ങേ പാടിയിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് സോങ് അതാ മലയാളത്തില്. ഓ, രണ്ടാമത്തെ ശേഷം മൈക്കിൾ ഫാർസൺ. ഹിഷാമിന്റെ. ഓക്കെ. അത് ഞങ്ങൾ നേരം സിനിമ ചെയ്തപ്പോൾ നേരെ തന്നെ ഓഡിയോ ലോഞ്ചിന് പുള്ളിനെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. അന്ന് കൊലവെറിയൊക്കെ ഹിറ്റ് ആയിട്ടിരുന്ന ടൈമായിരുന്നു. സോ അപ്പോൾ പുള്ളി അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ പുള്ളി വന്നു. ഈ ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ടൊക്കെയുള്ള ഒരു കൊളാബറേഷൻസ് ശരിക്കും എങ്ങനെ? ഇപ്പൊ പടക്കളം വരുന്നു, പെഡിക്റ്റീവ് വരുന്നു, അപ്പോൾ താരതമ്യേന എല്ലാവരും പുതുമുഖ സംവിധായകന്മാരാണ്. അപ്പോൾ ഇവരായിട്ടുള്ള കൊളാബറേഷൻസും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ അൽഫോൺസ് ആയിട്ട് 3 പടം ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ആ പ്രോസസ്സ് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും ഇൻഫർമേഷൻ ഒരേപോലെ കിട്ടുന്നത്. അവരവരുടെ ഇന്റൻഷനും ആറ്റിറ്റ്യൂഡും അനുസരിച്ച് പ്രോജക്റ്റുകൾ ഓണാവുന്നുണ്ട്. ഇന്ന് ഇപ്പൊ മനു എന്നൊരു വ്യക്തി ഒരു ഡെബ്യൂട്ടന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പുള്ളി നല്ല ക്ലാരിറ്റിയോടെ നല്ല പ്ലാനോടെ വരുന്നത്. അങ്ങനെ 2-3 പടം ചെയ്ത് കഴിഞ്ഞിട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഡയറക്ടേഴ്സിനെ നമുക്കറിയാം. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരോട് വർക്ക് ചെയ്തൊരു പടം ചെയ്യിച്ചെടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ പടം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ കൺവിക്ഷനോടെയോ അല്ലെങ്കിൽ പുള്ളിയുടെ വിഷൻ പുള്ളിക്ക് എങ്ങനെയും കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഡെബ്യൂട്ടൻ്റോ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡയറക്ടറിന് വ്യത്യാസം വരുന്നില്ല. അൽഫോൺസിനെ അന്ന് കണ്ടത് ഇന്ന് കണ്ടത് ഒരേപോലെയാണ്. പുള്ളി അന്നും പാഷനേറ്റ് ആണ്, ഇന്നും പാഷനേറ്റ് ആണ്. അന്ന് 4-5 സിനിമ ചെയ്തപ്പോഴത്തേക്ക് പാഷനേറ്റ് കൂടെ കുറേ ഒന്നുമില്ല, അത് നമ്മുടെ അകത്തുണ്ട്. എനിക്കൊന്നും അങ്ങനെ ഡെബ്യൂട്ടൻസിൽ ഇപ്പോൾ മനു നമ്മുടെ ഡയറക്ടറുണ്ട്, അങ്ങനെ ഒത്തിരി ഡെബ്യൂട്ടൻസിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വിഷനും പാഷനും ഉള്ളവർ. സോ എനിക്കൊന്നും എക്സ്പീരിയൻസിൽ അതില്ല. കുറച്ചും കൂടെ ഇൻറ്റൻഷൻ ആൻഡ് പാഷൻ ബേസ്ഡ് ആണ് ഈ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്യാന്ന് എനിക്കൊരു ഫീലിംഗ്. ഒട്ടും പിടിയില്ലാത്തവർക്കൊക്കെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവുകയും ചെയ്യും. അത് അപ്പം തന്നെ ആ വർക്ക് നടക്കുമോ ഇല്ലയോ, ഐ ഡോണ്ട് നോ ഹൗ. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടന്നിട്ടില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ ഈ പ്രാവശ്യം വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെങ്കിലും എല്ലാവരും പാഷനേറ്റ് ആണ്. സോ ഐ തിങ്ക് അതാണ് മെയിൻ കോർ എന്ന് തോന്നുന്നു. ഈ കഥകൾ കേൾക്കുമ്പോഴും ആ ഹുക്കിംഗ് ഫാക്ടർ ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. ചിലർ നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ആണ്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പണിപാടും. ചിലർ മോശം സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കും, മേക്ക് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലായിരിക്കും. സോ അതുകൊണ്ട് നമുക്കൊരു ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യുന്നത്, എത്ര കാലമായിട്ടാണ് ഈ പടം എഴുതുന്നത്, എത്ര കഥയുണ്ട്, ഇത്തരം കഥയിൽ ഈ പടം എന്തിനാ ചൂസ് ചെയ്തത്, ഉറപ്പായിട്ടും ചോദിക്കണം. എന്താണെന്ന് വെച്ചാൽ പോകെ മനസ്സിലാവും. ചില സമയത്ത് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു കഥയൊക്കെ വന്നു ഞങ്ങൾക്ക് പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്, ബ്രോ ഈ പടം എനിക്ക് എങ്ങനെയും ചെയ്യണം, എനിക്ക് അടുത്ത മാസം എൻ്റെ കല്യാണമാണ്, നീ അതിനാണോ ഇപ്പോൾ കല്യാണം പടം ചെയ്യുന്നത് എന്നൊക്കെ തോന്നും.
അപ്പോൾ ഇൻറ്റൻഷൻ എന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലയിൽ നിന്ന് ചിലർ എനിക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് വരണം എന്നുള്ളവരും എങ്ങനെയെങ്കിലും ഈ പടം തിയേറ്ററിൽ എത്തിക്കണം എന്നുള്ളവരും എനിക്കിത് ആൾക്കാരെ കാണിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഇത്തരം വ്യത്യാസങ്ങൾ നമുക്ക് ഓൺ ദി പ്രോസസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്കൊന്നും ഓരോരുത്തരും ഓരോ രീതിയാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കഥ പറയുന്നൊരു സൂപ്പറായിട്ട് മേക്ക് ചെയ്യണമെന്നില്ല. കഥ പറയാൻ അറിയത്തില്ല എന്ന് വെച്ചാൽ അറിയത്തില്ല അതിന് അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും, പക്ഷേ ഒരു മേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. നമ്മളെ സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഇതാ ഉദ്ദേശിച്ചത്, നമുക്ക് തന്നെയാണ് വേണ്ടത്. ഈ പടക്കള കുറച്ചുകൂടെ വരുമ്പോഴത്തേക്കും വേറെ ടൈപ്പ് ഓഫ് നറേറ്റീവ് ഉണ്ടല്ലോ അതിനകത്തൊരു ഭയങ്കര സ്പെഷ്യൽ എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ നറേറ്റ് ചെയ്യുമ്പോഴും എന്തുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോ? മനു ഭയങ്കര ക്ലിയർ ആയിരുന്നു. മനുവിന് ഫ്രെയിം ബൈ ഫ്രെയിം, ഷോട്ട് ബൈ ഷോട്ട്, ഇമോഷൻ ടു ഇമോഷൻ, ഈ സ്ക്രീൻ ഇവിടെ എന്തിനാ വെച്ചേക്കുന്നത്, അടുത്ത സീൻ എന്തിനാ വെച്ചേക്കുന്നത്, ഇതിൽ ആരാ മെയിൻ ആയിട്ട് ഫ്രെയിമിൽ വരേണ്ട, ഈ സീനിൽ ആരാ സ്കോർ ചെയ്യേണ്ട, എല്ലാ ഗ്രാഫും പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളിയുടെ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ബാക്കി കേൾക്കണമെന്നില്ല, വി കൻ ഡു ദിസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തു. അത് അങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പണി എളുപ്പമായി. ഈ ശരിക്കും പറയാം ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ഇപ്പം നിവിൻ പോളിയുടെ ഒരു കരിയറിൽ രാജേഷ് മുരുകേഷിന്റെ സിനിമകൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ OTT കൾച്ചറിനൊക്കെ മുമ്പ് മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെയാണ്, പ്രേമമാനുള്ള. അപ്പോൾ ശരിക്കും നേരവും പ്രേമം നമുക്കറിയാം, കൺവെൻഷനലി അതിനകത്ത് ഒരു ഷോട്ട് പോലും കൺവെൻഷനലായിട്ട് ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ട്രെയിലർ, അതിൻ്റെ ടീസർ, അല്ലെങ്കിൽ പ്രമോസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എന്താ ശരിക്കും അൽഫോൻസോ എന്ന് പറഞ്ഞ നറേഷനൊക്കെ നേരത്തിനെയും പ്രേമത്തിനെയും കുറിച്ച്? നേരത്തിന്റെ കഥ അവൻ ഇന്നും മൊത്തത്തിൽ പറയാറില്ല. എന്നുവെച്ചാൽ അതങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് എന്നല്ല, അത് സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാൻ പറ്റില്ല. സോ അത് പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് കഥ ഇതാണെന്ന് നമുക്കറിയാം. എനിക്കൊന്നും മെയിനായിട്ട് നമുക്ക് പേടിയില്ല. നമ്മുടെ ആദ്യത്തെ പടമാണ്, നമ്മളിൽ നിന്ന് ആർക്കും വലിയ പ്രതീക്ഷകളില്ല, ഇഷ്ടമുള്ളത് ചെയ്യാം. നിനക്ക് ഇതിൽ വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാധനം കൊള്ളാൻ തോന്നുന്നു, ഇത്രയേ ഉള്ളൂ ഡിസ്കഷൻ. അല്ലാതെ നമ്മൾ അയാളെ തോപ്പിക്കണം, ഇവരെ പോലെ ചെയ്യണം, മറ്റേയാളെ പോലെ ബ്രഹ്മാണ്ടം ഒന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണണോടാ, നീ എൻജോയ് ചെയ്തത് സ്പീക്കറിൽ കേൾക്കണം, അത്ര ബേസിക് ആയതേ ഉള്ളൂ. അതിൻ്റെ അനുസരിച്ച് നമ്മൾ നീറ്റ്നെസ്സോ ഇസ്തറ്റിക്സോ ഒന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ആ പിസ്തയുടെ വീഡിയോ ഒക്കെ ചുമ്മാ കാഷ്വലി ഷൂട്ട് ചെയ്താൽ ഓഫീസിൽ, റോട്ടിൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലൈക്ക് നമ്മളും കണ്ടു വളർന്നത് അതൊക്കെ തന്നെയാണ്. കുറെ കൂടെ അവന്റെ വിഷനാണ് കൂടുതലും. നമുക്ക് ഇത് ചെയ്താൽ ഇത് വർക്കാവൂടാ പറയുന്ന ഒരു ഇതാണ്. അവൻ കാണുന്ന രീതിയുടെ കൂടെ ഞങ്ങളൊക്കെ മാച്ചായി പോയി എന്നുള്ളതാണ് സത്യം. പ്രേമത്തിലേക്ക് വരുമ്പോഴോ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവില്ലേ? സെക്കൻഡ് ഫിലിം, ഫസ്റ്റ് ഫിലിം ഹിറ്റ് അടിച്ചു, സെയിം കോംബോ ആയിരുന്നു. ഹിറ്റ് എന്നാലും ആ ഹിറ്റ് ഞങ്ങൾക്ക് തലയിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾക്ക് അപ്പോഴും അടുത്തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ. നമ്മളിനി പൊളിക്കണം അങ്ങനെ ഇരുന്നിട്ടില്ല. അടുത്ത ഇതാണോ പ്രേമം? അപ്പോൾ എന്നെ വിളിക്കുന്നത്, ഞാൻ ചെന്നൈയിലിരിക്കുക, അപ്പോൾ നമ്മൾ പ്രേമം എന്നുള്ളൊരു സിനിമ ആണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ആണോ എന്നും പറഞ്ഞാൽ 2 ദിവസത്തിൽ ഞാൻ സ്പീക്കറൊക്കെ ആയിട്ട് ഞാൻ വന്നു. ഞങ്ങൾ സ്ക്രിപ്റ്റോ ഒന്നും എനിക്കറിയില്ല, എന്തിനാ ഞാൻ അവിടെ വന്നതെന്നൊന്നും പിടിയില്ല. പക്ഷെ നമ്മൾ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു 2 മാസമായിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് സീനുകൾ ഉണ്ടാകുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ മ്യൂസിക് ഞാൻ അവിടെ കമ്പോസ് ചെയ്യുന്നു. ആ പ്രായത്തിൽ എനിക്കും വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. എൻ്റെ 25 ഇയേഴ്സ്. സോ പേടിയില്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല. ആ ഒരു ടൈമിൽ ഇറ്റ് വാസ് ഈസി ആക്ച്വലി പറഞ്ഞാൽ. എനിക്കൊന്ന് ഇന്ന് ഒത്തിരി പേർക്ക് എല്ലാവർക്കും ഓരോരുത്തരായ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായി കാണും, പ്രായത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസിനനുസരിച്ചുള്ള. സോ ഐ തിങ്ക് അന്ന് ആ ടൈം കറക്റ്റ് ആയിരുന്നു. ആ പ്രായത്തിനുള്ള ചെയ്തൊരു വർക്ക് തന്നെയാണ് ചെയ്തത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് ചില അൺറേറ്റഡ് സോങ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫിലിമോഗ്രഫിയിൽ അല്ലെങ്കിൽ ഡിസ്കോഗ്രഫിയിൽ ഒരു ഹിറ്റ് സോങ് വന്നു, പക്ഷെ 2 ഹിറ്റ് സോങ് വന്നു, പക്ഷെ ഒരു സോങ് എപ്പോഴും അതിനകത്ത് കുറച്ച് അൺറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട്. പേഴ്സണലി അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. അത് അണ്ടർ റേറ്റഡ് എന്ന് ഉള്ളൊരു പേരിടുമ്പോഴാണ് പ്രശ്നം. അത് എന്തെങ്കിലും ആർക്കെങ്കിലും അത് കത്തിയിട്ടുണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 20,000 വ്യൂസ് ഉള്ള ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ ഒരു 10 പേർക്കെങ്കിലും കത്തിയിട്ടുണ്ടാവില്ലേ? നമ്മളെ 10 പേർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവുള്ളൂ ആയിരിക്കും. മേ ബി അതിൽ അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഞാനും കമന്റ്സിൽ കാണുന്നുണ്ട് മോസ്റ്റ് അണ്ടർ റേറ്റഡ് മ്യൂസിക് കമ്പോസർ രാജേഷ് മുരുകേഷ് എന്നൊക്കെ. അങ്ങനെ റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻജോയ് ചെയ്തോ ഓക്കെ, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ. എനിക്ക് അങ്ങനത്തെ ഒരു നിങ്ങളുടെ നൊസ്റ്റാൾജിയോ അല്ലെങ്കിൽ ഞാനും അങ്ങനെ എമ്പത്തറ്റിക്കും കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ. സോ അപ്പോൾ എൻ്റെ മെമ്മറീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എൻ്റെ മെമ്മറീസ് ഓർ എൻ്റെ എക്സ്പീരിയൻസസ് തന്നെയാണ് മ്യൂസിക്കായിട്ട് വരുന്നത്. സോ അതുപോലെ എല്ലാവർക്കും ആർക്കെങ്കിലും കത്തും, അത്ര ബേസിക്കായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിനെ ഐ തിങ്ക് ആ സിംപ്ലിസിറ്റിയിൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനൊന്നും ഇല്ല, ചിന്തിക്കേണ്ട ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ
10 വർഷം മുമ്പത്തെ ഒരു സിനാറിയോ അല്ല. ഇപ്പം ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ റീലുകൾ സംഭവിക്കുന്നുണ്ട്. അതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ മ്യൂസിക്കലി നമുക്കിപ്പോൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ ഹുക്ക് സ്റ്റെപ്പ് വേണം എന്ന് ഡയറക്ടേഴ്സ് പറയാറുണ്ട്. നമുക്ക് ഇത് റീലിൽ പോകും, അല്ലെങ്കിൽ ആ പാട്ട് സക്സസ് ആയില്ലെങ്കിൽ അതിനത്രയും റീല് പോയിട്ടില്ല, ഹുക്ക് സ്റ്റെപ്പ് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ വസന്തമുല്ലയിലെ ഒരു ട്രാക്ക് ഭയങ്കര ഹിറ്റായപ്പോൾ അത് രാജേഷ് ഗണേഷ് ചെയ്തതെന്ന് നമുക്ക് പിന്നെ നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? കുറച്ചുകൂടെ ഈ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ട്രെൻഡ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ വാശി പിടിക്കുമ്പോൾ നടക്കൂല. ട്രെൻഡ് നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മ്യൂസിക് എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റില്ല. അതായത് ട്രെൻഡിനനുസരിച്ച് അത് ചെയ്തു തന്നാൽ അത് ഉറപ്പായിട്ട് പൊട്ടുന്നതിനേക്കാളും കൂടുതൽ 10 ദിവസം നിൽക്കുള്ളൂ. അതിൻ്റെ മേളിലേക്ക് ആരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഹുക്ക് ഇപ്പോൾ പാട്ടുകൾ മൊത്തം ഹുക്ക് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ആദ്യം ഹുക്ക്, പിന്നെ ഹുക്ക് 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 ഹുക്ക്. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ 10 സെക്കൻഡ് ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ പിന്നെ ഓപ്പണായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊള്ളാം. പക്ഷേ അതിപ്പോൾ ഞാനിപ്പോൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഈ റീൽസിൻ്റെ കാലമാണെന്നാണ് പറയുന്നത്. സോ ഐ എം ഓൾസോ ട്രൈങ് ടു അഡാപ്റ്റ്. മേ ബി അതായിരിക്കും എൻ്റെ സർവീസിന് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും റീൽസിന് ഇവർക്ക് കണ്ടന്റ് കൊടുക്കുക ഈ പാട്ട് വഴി. ഓക്കെ മേ ബി അതായിരിക്കും. ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആ ഡയറക്ടർ എൻജോയ് ചെയ്തോ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ, അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് എംഫസിസ് ചെയ്യാം. എന്നാൽ ഓക്കെ എംഫസിസ് ചെയ്യാം, കുഴപ്പമില്ല. അവർ ഇപ്പോൾ മേ ബി ദാറ്റ്സ് ഹൗ പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ് ഉണ്ടാവുന്നത്. ഞാനും അഡാപ്റ്റ് ആയി. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ, ഇപ്പോഴത്തെ ഒരു കൊമേഴ്ഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു മീറ്റർ. ഇതിന്റെ ഇടയിൽ ഈ മീറ്റർ ആലോചിച്ച് തന്നെയാണ് ഞാൻ കുറെ കാലം വർക്ക് ചെയ്യാതിരുന്നത്. എനിക്കും അത് ഭയങ്കര ഒരു എന്ത് ശരിക്കും ഞാൻ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞൊരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എനിക്കത് എന്നെ തടഞ്ഞു നിർത്തിയത് ഇപ്പൊ എല്ലാവരുടെ അകത്തൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. ഇപ്പൊ താങ്കൾക്കൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. പുള്ളി എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വരെ വന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഓഡിയൻസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ അത് നമ്മളൊരു സർവീസുമാണ്. സോ ഐ തിങ്ക് ആ ബാലൻസ് എത്തിച്ചാൽ ഇറ്റ്സ് ഈസിയർ. അപ്പോൾ ഞാനെൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാക്കിയത് ഞാൻ സിനിമയാണ് ചെയ്യുന്നത്. ഞാൻ ഇവരൊക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു പടമാണ് ചെയ്യുന്നത്. ഇവർക്കും കൂടെ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മുടെ ആർട്ടിസ്റ്റിക് എന്തൊക്കെയാണെങ്കിലും അത് എൻ്റെ സാധനം ന്യൂവാൻസസ് ഒക്കെ ഞാൻ കുറച്ചിട്ട് അവിടെയൊക്കെ ഞാൻ ചേർക്കും. എന്നാലും നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കും ഹാപ്പി ആവണം. സോ ഈച്ച് വർക്കിൽ ഈച്ച് സോങ്ങിൽ ഞാൻ ആ ബാലൻസ് കണ്ടെത്തി ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ ഇന്ന് രണ്ടുപേരും വിഷമിക്കരുത്, എൻ്റെ സർവീസ് ആറ്റിറ്റ്യൂഡും വിഷമിക്കരുത്, എൻ്റെ നാർസിസിറ്റിക്കായ ഇന്നർ ചൈൽഡും വിഷമിക്കരുത്. അപ്പോൾ രണ്ടുപേർക്ക് ഇടയ്ക്കുള്ളൊരു സാധനം എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ വസന്തമുല്ലയിലെ പാട്ട് ഡയറക്ടർക്ക് ഇഷ്ടമായില്ല. പക്ഷെ എൻ്റെ ഇന്നർ ചൈൽഡിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ പുള്ളിയെ ഇരുത്തി ഒത്തിരി കൺവിൻസ് ചെയ്തിട്ട് പ്ലീസ് ഈ പാട്ട് ഇറക്ക്, ഇത് വർക്കാവും, ഇത് ആർക്കെങ്കിലും ഹിറ്റാവും, ആർക്കെങ്കിലും ഇഷ്ടപ്പെടും, ഇത് എന്തോ ഒരു പുതുമയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ല ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചെങ്കിലും ആ ആൽബത്തിൽ തന്നെ ആ പാട്ട് ഒന്ന് മര്യാദയ്ക്ക് പോയിട്ടുള്ളൂ മൊത്തത്തിൽ നോക്കിയാൽ. സോ മോർ ദാൻ മൂവീസ് ആൽബമാണ്, മ്യൂസിക്കൽ വീഡിയോ ആണ് ഏറ്റവും. ആ സോങ് കുറച്ച് നല്ലോണം. അപ്പൊ എന്റെ ഇന്നർ ചൈൽഡ് കെഞ്ചി ചോദിച്ചാണ് എന്റെ ഡയറക്ടറോട് പ്ലീസ് അതൊന്ന് വെക്കൂ. അത് പുള്ളി ആക്സെപ്റ്റ് ചെയ്തു. എനിക്കൊന്ന് ആ ബാലൻസ് ആണ് ഞാൻ ഒന്ന് കണ്ടെത്തി വന്നപ്പോഴത്തേക്കും തിങ്സ് ആർ കമ്മിങ്. അത് അല്ലെങ്കിലും ഇത്രയും വർക്കുകൾ വരാനും കാരണം ഞാൻ റെഡി ആയപ്പോഴാണ് മറ്റു ആൾക്കാരെ എനിക്കും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയതല്ല, ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ നിൽക്കുക. നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല. ഞാൻ വന്നത് മ്യൂസിക്കിന്റെ എവിടെയെങ്കിലും നിൽക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സിനിമയിലേക്ക് ഞാൻ ആക്സിഡന്റലി വന്നെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാനിപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് മാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ചാലഞ്ചസ് ഇല്ലാതെ എനിക്കൊരു ഗ്രോത്തും ഇല്ലാതിരുന്നതിന്. ഇപ്പം ഇത്രയും ഇമാജിനേഷൻസിന്റെ കൂടെ ഞാൻ അവർക്ക് എന്ത് ചെയ്യാന്ന് വിചാരിക്കുന്ന അനുസരിച്ച് ഞാനിങ്ങനെ എൻ്റെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള സൗണ്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അവർക്ക് ഇഷ്ടത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് കൺസീവ് വരുമ്പോഴത്തേക്കും ഞാൻ എന്നെ തന്നെ ഈച്ച് ടൈം ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് പ്രോസസ്സിൽ പോകുമ്പോൾ ഐ തിങ്ക് ഐ എം ഓൾസോ ഗ്രോയിങ് വിത്ത് ദം. സോ നൗ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഇന്നർ ചൈൽഡ് ആൻഡ് സർവീസ് ആറ്റിറ്റ്യൂഡ്. ഫ്രണ്ട്സ് ഒക്കെ ഇതിനോട് ഭയങ്കര അക്സെപ്റ്റഡ് ആണോ ഈ രാജേഷ് ഈ ഒരു പ്രോസസ്? എന്നെ അവര് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നെ ഇപ്പൊ ഞാൻ ദിവസങ്ങളോളം ഫോൺ എടുത്തില്ല, എടുത്തു, ഞാൻ അങ്ങനെ അവരിപ്പോൾ കാണുന്നില്ല എന്നെ. അവനെന്തൊരു സോണിലാടാ എന്നെ വിട്ടുകളെ. ഇപ്പൊ ഞാൻ അതേപോലെ തന്നെ ആരും അങ്ങനെ വിളിച്ചിട്ട് അവരെടുത്തില്ല എന്നും പറഞ്ഞിട്ടൊന്നും പറയുന്നത് ഞാനും അതുപോലെ തന്നെ. അവരവരുടെ സോണിലായിരിക്കും. അവരെ വിളിക്കുമ്പോൾ വിളിച്ചോട്ടെ, കുഴപ്പമില്ല. ചിലപ്പോൾ ഡയറക്ടേഴ്സ് പറയും എനിക്ക് ഇന്ന് തന്നെ ഔട്ട് വേണം, ഞാൻ ഇന്ന് തന്നെ ഔട്ട് കൊടുക്കും. അവരൊരാഴ്ച ഒന്നും നോക്കത്തേയില്ല തിരിച്ച്.
അവരോട് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇന്ന് തന്നെ വേണം ഇതിനെ വാശി പിടിച്ചതാണ്. ഞാൻ വേറെ കുറച്ച് തിരക്കിലായിട്ട് കുഴപ്പമില്ല. അല്ല, അപ്പോൾ ഇത് പറഞ്ഞോണ്ട ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ മ്യൂസിക് ഡയറക്ടർ ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞുതരും? ദാറ്റ്സ് നൈസ് ക്വസ്റ്റ്യൻ. കൊള്ളാലോ. ഞാൻ സ്റ്റുഡിയോ, ബെഡ്റൂം, വീട്, നമ്മുടെ എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ ഹോം സ്റ്റുഡിയോ. ഇപ്പം ഞാൻ ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് സ്റ്റുഡിയോ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ എനിക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വർക്ക് ചെയ്യുന്ന വെച്ചാൽ വർക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പ്ലേയിങ് അറൗണ്ട് മ്യൂസിക്. സോ ചില ദിവസങ്ങൾ, ചില മാസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. 3-4 months ഒരു പടത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് ചിലപ്പോൾ ഡെയിലി നമ്മൾ ഇരുന്നേ പറ്റും. ചിലപ്പോൾ വർക്കില്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തും ഉണ്ടാവില്ല, ഞാൻ എവിടെയെങ്കിലും പോയി ചില്ലായിട്ടിരിക്കും ഒരു കുറേ ദിവസം ചുമ്മാ. ഫാമിലി ഒക്കെ എങ്ങനെയാ യൂസ്ഡ് ആയോ ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഫാമിലി എന്നുള്ള ഇതില്? യൂസ്ഡ് ആയി. ഇപ്പം ചിലപ്പോൾ അമ്മയോ ചേട്ടനൊക്കെ വിളിച്ചാലും ഞാൻ ചിലപ്പോൾ തിരിച്ച് വിളിച്ചില്ലെങ്കിലും അവരൊന്നും പറയാറില്ല. അവനെന്തെങ്കിലും തിരക്കിലായിരിക്കും എന്നുള്ള ചിന്തിക്കാനുള്ള രീതിയിൽ അവരെത്തി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിളിച്ചാലും ഇത്ര നേരം വിളിക്കാത്ത കുറേ ദിവസം ആയാലും അതൊന്നും അവർ ചോദിക്കില്ല. അവരിപ്പോൾ അതിൽ മനസ്സിലായി. ചിലപ്പോൾ ഞാൻ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലേ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, എന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയാണോ, എന്തോ ഒരു കാര്യം ഓടിക്കൊണ്ട്. കുഴപ്പമില്ല. അപ്പം മൊത്തത്തിൽ അവർ അഡ്ജസ്റ്റഡ് ആയി. എനിക്കും അറിയാം, ഞാനും പ്രസന്റ് ആയിരിക്കണം, അവർക്ക് എനിക്കും സമയം കൊടുക്കണം എന്നൊക്കെ എനിക്കും അറിയാം. ആ എഫർട്ട് അവർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സോ അവർക്ക് ഈ ഗോൾഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗോൾഡിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് സിനിമകളിൽ ഒന്നായിരുന്നു ഗോൾഡ്. ആൻഡ് ഒരു ലോങ് പ്രോസസ്സായിരുന്നു ഗോൾഡിന് ഉണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റാണ് അത് റിലീസാവുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുമല്ലോ. പ്രേമം ടീമിൻ്റെ അടുത്ത പടം ആണ്. ഇതിനകത്ത് ആൽബംസിന് ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് ഉണ്ട്. അൽഫോൺസ് എന്ത് മാജിക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തുണ്ട്. ആക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എങ്ങനെ നിങ്ങൾ ആ പ്രഷർ മാനേജ് ചെയ്തത് ഇവൻച്വലി റിലീസിലേക്ക് എത്തിച്ച്? പ്രഷർ അത് മാനേജ് ചെയ്തു. ഞങ്ങൾ തന്നെ ക്രോസ് ചെയ്താൽ പറ്റുമെന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ പറഞ്ഞ പ്രേമം വർക്ക് ചെയ്തോടെ അത്ര സിമ്പിള് ആയിരുന്നില്ലല്ലോ പ്രോസസ്. മീൻസ് ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായിരുന്നു. അല്ല, മെയിൻ കാര്യം പറഞ്ഞാൽ പ്രേമം കുറേ കൂടെ വർക്ക് ചെയ്യാൻ കാരണം അമ്പുക്കയാണ്, അൻവർ റഷീദ്. പുള്ളി ഇല്ലാതെ പ്രേമമില്ല. എന്താ വെച്ചാൽ പുള്ളി ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് എത്രമാത്രം ദേഷ്യപ്പെട്ടോ, അതായത് ക്രിയേറ്റീവ്ലി ഇവരെന്തേ സമയം എടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, അത്രയും തന്നെ പുള്ളി ഔട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓ, നിങ്ങൾ ഇതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ശരി നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 6 മാസത്തോളം ഞങ്ങളൊരു ഫൈനൽ ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത പുള്ളി. ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ഇപ്പോൾ ഒക്ടോബറിൽ കഴിഞ്ഞെങ്കിൽ ഡിസംബറിൽ പടം ഇറക്കാമെന്നും പറഞ്ഞിട്ട് ഡിസംബറിൽ എവിടെ എത്തിയില്ല. പിന്നെ നമുക്ക് February 14 റിലീസ് ചെയ്യാമെന്നും പറഞ്ഞു. ഫെബ്രുവരിയിൽ എവിടെ എത്തിയില്ല. മാർച്ചായി, ഏപ്രിലായപ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളിക്കും എല്ലാവർക്കും ഒരുമാതിരി ഇതൊക്കെ ആയി. എന്നാലും എനിക്കൊന്ന് അമ്പുക്ക വീട്ടിൽ ഒരുമിച്ച് പടമൊക്കെ കണ്ടിട്ട് പുള്ളി ഒരു ദിവസം എന്നെ മനസ്സിലാക്കി, എല്ലാവരും ടീമിലുള്ളവരൊക്കെ മനസ്സിലാക്കി, ഇമാരുടെ ഇൻറ്റൻഷൻ അത്ര പ്രശ്നമൊന്നുമില്ല, ഇമാരെന്തോ നല്ല കാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആ ഒരു പോയിന്റാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി കൂടെ നിന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് അങ്ങനെയൊക്കെ അത് അങ്ങനെ ഉണ്ടായി വരണം. സോ ഗോൾഡിന്റെ പ്രഷർ അത് ഒരു പരിധി വരെ ഉണ്ടായെങ്കിലും വേറൊരു പരിധിയിൽ പാടാം, നമുക്കൊന്ന് വിൽ പ്ലേ അറൗണ്ട്, വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നിട്ട് നോക്കാം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രഷർ എടുക്കണോ വേണ്ടയോ ആ ചർച്ച അവസാനം വരെ ഉണ്ടായിരുന്നു. വി ഡോണ്ട് നോ ഹൗ ടു ടേക്ക് ഇറ്റ് ഓർ വാട്ട് ടു ഡു. നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളൊരു ചെറിയ പരിപാടിയാടാ, ഇവരൊക്കെ വരുന്ന ആക്ടേഴ്സൊക്കെ വലുതായിരിക്കാം, നമ്മൾ ചെറിയ പശ്ചാത്തലം ചെറുതെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അത് മതി, നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി എന്നും അവൻ്റെയും കൂടെ ഒരു വിഷൻ ഉണ്ട്. അതിന് പ്രഷർ എടുത്തോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് കൂടെ ഞങ്ങൾ ജീവിച്ചിറങ്ങി കഴിഞ്ഞു. എനിക്ക് അറിയില്ല. വാട്ട്സ് അൽഫോൺസ് നെക്സ്റ്റ് എന്നുള്ളത് വലിയ ചോദ്യമാണല്ലോ. വാട്ട് നെക്സ്റ്റ് അറിയോ അതിനെ കുറിച്ച്? ഒരു പിടിയില്ല. ആള് ഇപ്പൊ ഒരു ആക്ടിങ് യാത്രയല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അവനൊരു കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അഭിനയിക്കണ്ടല്ലേ മ്യൂസിക് പടത്തിൽ? ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് വേറെ 2-3 പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും അവനങ്ങനത്തെ ഒരു പണ്ടേ ഉണ്ടായിരുന്നു തോന്നുന്നു. അവനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക. അല്ലെങ്കിൽ അവന്റെ പടത്തിന് തന്നെ അവൻ അഭിനയിച്ചല്ല. സോ ഐ തിങ്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പതുക്കെ. അൽഫോൺസിന്റെ മ്യൂസിക് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടോ അഭിനയിക്കണ സീനിന് വേണ്ടി? അതായത് അൽഫോൺസ് അഭിനയിക്കണ സീനിന് വേണ്ടി മിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പുള്ളിയൊക്കെ വന്നിരിക്കുമോ? പുള്ളി വന്നിരിക്കത്തേ ഇല്ല. എന്നെ ദൂരെ നിന്ന് ഇങ്ങനെ നയിക്കും, ഇങ്ങനെ അങ്ങനെ അല്ലാതെ എനിക്കൊന്ന് ഭയങ്കര ആൾക്കറിയാം ഇങ്ങനത്തെ ഒരു സാധനം വേണ്ട. മോർ ദാൻ ദാറ്റ് പാട്ടൊക്കെ ആയിട്ട് കേൾക്കുമ്പോൾ അവനൊരു ഓഡിയൻസ് ആയിട്ടൊക്കെ തന്നെ കേൾക്കുന്നത്. അവനങ്ങനെ ഒരു ഡയറക്ടർ റോളിൽ നിന്ന് അങ്ങനെ കേൾക്കാറില്ല.
എനിക്ക് ഇഷ്ടപ്പെട്ടടാ, അത്രയൊക്കെ അവന് പറയാൻ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഡിഫറൻസ് ഇല്ല. കുറെ കൂടെ അവൻ പടമായിട്ട് എല്ലാവരെയും കാണുന്നത്. എത്രയൊക്കെ എല്ലാവരും ഫ്രണ്ട്സാണ്, അവർ അഭിനയിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ടല്ലേ അവിടെ വന്നേക്കുന്നത്, അവനൊരു ബിൽഡപ്പ് കൊടുക്കാന്ന് അവൻ ഒരിക്കലും പറയില്ല. അവൻ കഥയ്ക്ക് ആവശ്യമില്ലടാ, വേണ്ട, ഞാൻ എന്നെ കാണിച്ചു പറഞ്ഞപ്പോൾ എന്താ ചെയ്യാൻ, നമുക്ക് കഥയ്ക്കോടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കഥ മേക്ക് ഇറ്റ് സിമ്പിൾ. ഫസ്റ്റ് മീറ്റിംഗ് എന്തായിരുന്നു ശരിക്കും നിങ്ങളുടെ? ഞങ്ങള് കോളേജിൽ ഞാൻ ആക്ച്വലി തെറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നെ ഡിഗ്രി കോഴ്സിന് അവിടുത്തെ HR ആള്, ഞങ്ങൾ പഠിക്കാനുള്ള HR പുള്ളിക്കാരി എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. സാർ ഡിഗ്രി കോഴ്സ് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ്, വിഷ്വൽ എഫക്ട്സും ഡിഗ്രി മറ്റേ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ഒരുമിച്ചുള്ള കോഴ്സാണ്. 3 years ഓഫ് പ്യുവർ. നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആണോ ഡിഗ്രി കിട്ടുമോ, ഡിഗ്രിയും കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ഉദ്ദേശിച്ചത്. അവിടെ പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് ക്ലാസ് ഇരുന്നപ്പോഴത്തേക്കും മനസ്സിലായി. അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന അർജുബൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എഡിറ്ററാണ് പുള്ളി. പിന്നെ അവിടെ അൽഫോൺസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെറും എനിക്ക് ആവശ്യമുള്ള പരിപാടിക്കല്ല ഞാൻ വന്നേക്കുന്നത്. ഒരു VFXന്റെ വിൻഡോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. അതന്നെ ഞാൻ പോയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2 months കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഡിപ്ലോമയുടെ ആ ബാച്ച് വന്നപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു അതേ കോളേജിൽ. അങ്ങനെ 1 month ശേഷം അവിടുത്തെ താഴത്തെ ചായക്കടയിൽ വീണ്ടും കണ്ട്, നീ വന്നാ എന്നുള്ള രീതിയിൽ. പിന്നെ ഇവൻച്വലി വരുന്നത് ഞങ്ങളപ്പോഴത്തേക്കും നേരം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ വിജയ് സേതുപതി ആയിരുന്നു അതിലെ വട്ടിരാജ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ വിജയ് സേതുപതിനെ കത്തി സുബ്ബരാജ് ഈ ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കാൻ വിളിക്കുന്നു. അങ്ങനെ വിജയ് സേതുപതി പറഞ്ഞ അൽഫോൺസ് എന്ന് പറയുന്ന എഡിറ്റർ ഉണ്ട്, പുറത്തിന്റെ എഡിറ്റർ ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ മോദന്തേട്ട് കാർത്തിക്കിന്റെ പടങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് അവനെയും വിളിച്ച്. അപ്പോൾ മ്യൂസിക് ഡയറക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും രാജേഷ് ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞിട്ട് എടാ നീ ഓഫീസിലേക്ക് വാ, ഒരു പുള്ളി ഉണ്ട് കാർത്തിക്, നീ ഒന്ന് ചുമ്മാ ഒന്ന് കാണാം, നിനക്ക് പടം ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ട നീ ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ഇവിടെ വന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 to 4 ഫിലിംസ് റിലീസിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ അന്വേഷിക്കുന്നുണ്ടെന്ന് കാശ്മീരിന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷെ ഒരുപാട് പേര് സ്റ്റിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള സിനിമകൾ തരണം എന്ന ആശംസയോടുകൂടെ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.